നമസ്കാരം. ആവേശം സിനിമ കണ്ട ആവേശം കൂടിയ യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് ഇപ്പോൾ വാർത്തകൾ നിറയെ. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി എന്നതിന്റെ പേരിലാണ് മൂപ്പരിപ്പോൾ ഏറിൽ നിൽക്കുന്നത്. സംഭവം വിവാദമായതോടെ MVD കേസെടുത്തു, യൂട്യൂബറെ വിളിപ്പിച്ചു, ഫൈൻ അടപ്പിച്ചു. എന്നിട്ടും അയാളുടെ ആവേശം അടങ്ങിയിരുന്നില്ല. അതിന്റെ ഭാഗമായി അടുത്തൊരു വീഡിയോ കൂടെ സഞ്ജു ടെക്കി പങ്കുവച്ചു. അതായത് MVD പിടിച്ചതോടെ അല്ലെങ്കിൽ നിയമത്തിനെ കാറ്റിൽ പറത്തി താനൊരു വീഡിയോ പങ്കുവച്ചതിന്റെ ഭാഗമായി തനിക്ക് റീച്ച് കൂടി എന്നതായിരുന്നു ആ ആഹ്ലാദ പ്രകടനത്തിന് പിന്നിൽ. ഒരു തരത്തിൽ നിയമത്തെയും MVDയെയും എല്ലാം കളിയാക്കുന്ന തരത്തിലൊരു രീതി. എന്നാൽ അത്തരത്തിൽ ആഹ്ലാദഭരിതനായിക്കൊണ്ടിരിക്കുന്ന സഞ്ജു ടെക്കിക്ക് മുട്ടൻ പണി കൊടുത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ. യൂട്യൂബറുടെ മുൻ വീഡിയോകളെല്ലാം പരിശോധിച്ച് അയാൾക്കെതിരെ കർശന നടപടിയെടുക്കും എന്നതാണ് മോട്ടോർ വകുപ്പിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുകയും ചെയ്തു. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത്, വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്നും പഴയ കാലമല്ല ഇതെന്നും ഗണേഷ് കുമാർ പ്രതികരിക്കുകയുണ്ടായി. ഗതാഗത മന്ത്രിയുടെ ഈ ഒരു തീരുമാനവും പ്രതികരണവുമെല്ലാം വളരെയധികം പ്രശംസനീയം തന്നെയാണ്. എന്നാൽ ഇവിടെ ഗതാഗത മന്ത്രി ഒരു വാക്ക് പറഞ്ഞത് ഒന്നുകൂടെ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലോട്ടൊന്ന് പോയി ചിന്തിക്കേണ്ടി വരും. അതായത് പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത്, വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം. അല്ലാതെ നിയമം കയ്യിലെടുക്കാമെന്ന് കരുതരുത്. അത്തരം വിക്രിയകൾ ഇവിടെ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു കാര്യം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുമ്പോൾ അധികാരവും പണവും കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ സർക്കാർ ബസ്സിൽ ജോലി ചെയ്തിരുന്ന KSRTC ഡ്രൈവറായ യദുവിനെതിരെ, ഒരു സാധാരണക്കാരനായ യദുവിനെതിരെ നട റോട്ടിൽ പിടിച്ചു നിർത്തി ചീത്ത പറയുന്നു, സീബ്ര ലൈനിന്റെ നടുക്കുകൊണ്ട് വാഹനം കൊണ്ടിടുന്നു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. അത്തരത്തിൽ അഹങ്കാരം കാണിച്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ എന്ത് നടപടിയാണ് ഗതാഗത വകുപ്പ് ഇതുവരെ എടുത്തിട്ടുള്ളത് എന്നത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. സഞ്ജു ടെക്കിയെ ന്യായീകരിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചു എന്ന് ആരും കരുതരുത്. യഥാർത്ഥത്തിൽ നിയമം കയ്യിലെടുത്ത 2 പേർക്കെതിരെ നിലവിലത്തെ കേരളത്തിന്റെ ഭരണ സംവിധാനം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ നടപടികൾ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യത്ത് എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആളും തരവും ബലവും നോക്കി നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് പറയേണ്ടി വരും. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ.